ഗുഡ് ആഫ്റ്റർനൂൺ. അന്താരാഷ്ട്ര വെബിനാറിന്റെ 6ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. COVID-19 പശ്ചാത്തലത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നതാണ് ഈ ഒരു വെബിനാറിന്റെ ഉദ്ദേശം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുടെ അടുത്ത വിഷയം COVID-19മായി അനുബന്ധിച്ച് കലാകാരന്മാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് നമ്മളുടെ അടുത്ത ചർച്ച മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വിഷയത്തിൽ നമ്മളോട് സംവദിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ദൃശ്യമാധ്യമ അവതാരക, ചലച്ചിത്ര താരം എന്നീ നിലകളിൽ പ്രശസ്തയായ ഫറാസ് ഷിബിലയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളിലെയും സജീവ സാന്നിധ്യമാണ് ഷിബില. 2019 റിലീസ് ചെയ്ത കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചലച്ചിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു വേഷവും ഷിബില കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി ശരീരഭാരം 20 കിലോയോളം കൂട്ടാൻ തയ്യാറായ ഒരു തികഞ്ഞ കലാകാരി കൂടിയാണ് ഷിബില. വളരെയധികം സന്തോഷത്തോടുകൂടി ഷിബിലയെ വിമൻ സ്റ്റഡി സെന്ററിന്റെ പേരിൽ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. 40 മിനിറ്റോളം ആയിരിക്കും ഷിബിലയ്ക്ക് സംസാരിക്കുവാനായി ലഭിക്കുക. തുടർന്നുള്ള 20 മിനിറ്റ് പാർട്ടിസിപ്പൻസിന് അവരുടെ സംശയ നിവാരണം നടത്തുവാനായി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ പാർട്ടിസിപ്പൻസും നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഷിബില, നമുക്ക് ആരംഭിക്കാം. First of all, thank you so much, Devi Chechi, for the very sweet introduction. I would like to thank everyone in Women Study Center of Kusaat University for giving me this opportunity. ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ എന്ന് പറയാം. ആ ഞാൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഏതൊരു സ്ത്രീയുടെ എക്സ്പീരിയൻസും വളരെ പേഴ്സണലും അതേസമയത്ത് കുറച്ച് ജനറലൈസ്ഡും ആണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് തന്നെ മറ്റൊരു സ്ത്രീക്കും അതുപോലെ തോന്നുന്നുണ്ടാവാതിരിക്കാം. സോ ഞാൻ ഞാൻ എന്ന് പറയുമ്പോഴും ഞാനും എന്നെ പോലെയുള്ള കുറെ ഞാനുകളും എന്ന് തന്നെയാണ് അർത്ഥം ഉണ്ടാവുക. അപ്പോ ഇന്ന് ഇപ്പൊ സംസാരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് vulnerabilities of a woman artist during COVID-19 എന്നുള്ളതാണ്. ഒരു ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ സമയത്തും സെൻസിറ്റീവും വളരെ വൾണറബിളും ആയിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിന് ഗ്രോ ചെയ്യാനും സ്കില്ല് മോൾഡ് ചെയ്യാനും എല്ലാത്തിനും സാധ്യമാവുള്ളൂ. അപ്പോ ഞാൻ എന്നെ കുറിച്ച് എനിക്ക് തോന്നുന്നു ദേവി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല് ഞാൻ ശരിക്കും മലപ്പുറത്താണ് ജനിച്ചത്, വളർന്നത്, പഠിച്ചത് 12th വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് ചെന്നൈയില് BSc സൈക്കോളജിയിൽ ബിരുദവും അതിനുശേഷം പ്രചോദി നികേതനിൽ നിന്ന് ക്ലിനിക്കൽ സൈക്കോളജിയും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് കുറച്ചു കാലം ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് ചൈൽഡ് സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേവി പറഞ്ഞതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള എന്റെ ബന്ധം എന്ന് പറയുന്നത് ഞാൻ കൈരളി എന്ന് പറഞ്ഞ ചാനലിലാണ് ആസ് ആൻ ആങ്കർ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഏഷ്യാനെറ്റ്, സൂര്യ, മഴവിൽ മനോരമ, അതുപോലെ ഫ്ലവേഴ്സ്, അമൃത, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ചാനൽസിലും ഇന്റർവ്യൂസ് ആയിരുന്നു എന്റെ ഒരു മെയിൻ തലം. അല്ലാതെ കുറച്ച് റിയാലിറ്റി ഷോസിന്റെ സെക്കൻഡറി ആങ്കർ, കുറച്ച് അവാർഡ് ഫങ്ഷൻസിന്റെ ഒക്കെ ആങ്കർ, റെഡ് കാർപ്പറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആങ്കർ, ഇതൊക്കെയായിരുന്നു എന്റെ ഒരു ആങ്കറിങ് എന്നുള്ള തരത്തിൽ എന്റെ ഒരു ഏരിയ. അതേ സമയത്ത് ഞാൻ എല്ലാ സമയത്തും എന്തുകൊണ്ടാണ് സൈക്കോളജിയും ആർട്ടും റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാല് എല്ലാ സമയത്തും വേറൊരാളുടെ പ്രോസസ്, അയാളുമായിട്ടുള്ള ഒരു എംപതി, അയാളുടെ നമ്മൾ പറയില്ലേ ഷൂസിൽ കയറി നിന്ന് ആലോചിക്കുക എന്ന് പറയുന്നതിനോടും അയാളുടെ ലോകത്തേക്ക് പോകാനും ഒക്കെ എല്ലാ സമയത്തും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ആക്ച്വലി സൈക്കോളജി ആൻഡ് ആർട്ട് എന്നുള്ളതിന് എന്റെ ജീവിതത്തിൽ രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആവുന്നതും അത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നതും ആ ഒരു രീതിയിലാണ്. സോ ഈ ഒരു വേറൊരാളുടെ ലോകത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അതിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം എന്റെ അഭിപ്രായത്തിൽ പറയുമ്പോൾ ഞാൻ ഏറ്റവും ഇന്റേണലൈസ് ചെയ്ത ഒരു കഥാപാത്രം, ബാക്കിയുള്ള എന്റെ കഥാപാത്രങ്ങൾ സിനിമയിൽ ഞാൻ വേറെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഐ വുഡ് കോൾ ഇറ്റ് ഇസ് പോപ്കോൺ ക്യാരക്ടേഴ്സ്. അതായത് ഇഫ് യു ആർ too much on to eating popcorn, you might miss my character on screen. So
ആ തരത്തിലുള്ള ഒരു കഥാപാത്രങ്ങളാണ് അതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്റേതായ തരത്തിൽ അതിനെല്ലാം ഇന്റേണലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ അതിന് ഏറ്റവും ഇന്റേണലൈസ് ചെയ്ത് ഏറ്റവും പ്രിപ്പയർഡ് ആയി ചെയ്ത ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കക്ഷി അമ്മിണിപ്പിള്ളയിലെ കാന്തി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. കാന്തിയെ ഞാൻ എവിടെയോ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് കാന്തിയെ ഇന്റേണലൈസ് ചെയ്യാൻ സാധിച്ചത്. ഞാൻ ആ ഒരു എംപതി അല്ലെങ്കിൽ ഞാൻ വേറൊരാളുടെ പ്രോസസ് അറിയാൻ, അയാളുടെ തോട്ട് പ്രോസസ് അറിയാൻ, അയാളുടെ വിഷൻ അറിയാൻ ഒക്കെയുള്ള എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് എന്നിൽ നിന്ന് ഒരു 80% ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാന്തി, ബട്ട് 20% ഐ ഹാഡ് ഇൻ മീ എന്ന് എനിക്ക് തോന്നിയ ആ ഒരു കഥാപാത്രം. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പോ ഞാൻ ഇപ്പോൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ആസ് ആൻ ആർട്ടിസ്റ്റ് എന്ന് ആദ്യം പറയാമെന്ന് തോന്നുന്നു. ബിക്കോസ് കക്ഷി അമ്മിണിപ്പിള്ള കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു സിനിമ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ടൈപ്പ് കാസ്റ്റ് എന്ന് പറയുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് സ്ത്രീകൾ എന്ന് ചോദിച്ചാൽ പുരുഷന്മാരിലും ഒരു സെക്കൻഡ് ലെയറിൽ നിൽക്കുന്ന ആളുകൾ ഇത് അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു ഫീമെയിൽ ലീഡ് കഥാപാത്രം ഒരു പെൺകുട്ടി ഒരു സിനിമയിൽ ചെയ്ത് അത് എന്താ പറയാ ഒരു ഡിസ്കഷൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കഥാപാത്രങ്ങളെല്ലാം അതിനോട് ചേർന്നുള്ളതായിരിക്കും. അതായത് ഞാൻ ചെയ്തത് ഒരു എന്താ പറയാ വളരെ ഇന്നസെന്റ് ആയ, വളരെ ഹാപ്പി ആയ, വളരെ കോൺഫിഡന്റ് ആയ, എന്നാൽ ഈ പറയുന്ന അപ്പിയറൻസിനെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ കുറിച്ച് വലിയ ബോധേർഡ് ആവാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ ബോധേർഡ് ആവാത്ത, ഐ എം വർത്ത് എന്ന് തോന്നുന്ന ഒരു പെൺകുട്ടിയുടെ കഥാപാത്രമാണ്. പിന്നീട് എനിക്ക് വന്നത് ഫോർച്ചുനേറ്റ്ലി ഒരു അൺഫോർച്ചുനേറ്റ്ലി അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷെ അപ്പോഴേക്കും ഞാൻ ആ കഥാപാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ നിന്ന് പൂർണ്ണമായും എന്ന് പറയും പോലെ മാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മെന്റലി ഐ വാസ് നോട്ട് റെഡി ടു ഡു സച്ച് ക്യാരക്ടേഴ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഐ truly didn't want to be typecast. പക്ഷേ മലയാള സിനിമയിൽ അത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആൻഡ് ഐ truly believe in quantity than quality. So I waited and I always wanted to work with a female director. I remember because of the process, because I knew that when a female director is conceiving a character, I knew that any female characters in that movie would have a depth, and I always wanted to work with a female director. And then I got an opportunity to work with Mini IG. She is a female director who worked with Rajiv Ravi, who have associated with many legends in the industry. അങ്ങനെ ഒരു അവസരം വരികയും അതും സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കഥയാണ്. അതിൽ പ്രധാനപ്പെട്ട 4 സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രം ചെയ്യാനായി എന്നെ ക്ഷണിക്കുകയും ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് എനിക്കിപ്പോഴും ആക്ച്വലി സ്ക്രിപ്റ്റ് ജഡ്ജ് ചെയ്യുന്നതിന്റെ ഒരു ടെക്നോളജി ഒന്നും അറിയില്ല. ഐ ഓൾവേസ് ഗോ ഫോർ ദാറ്റ് ഇൻറ്റ്യൂഷൻ. അങ്ങനെ ഞാനത് വായിച്ച് അതിൽ വളരെ കൺവിൻസ്ഡ് ആയി അത് ചെയ്യാൻ മാർച്ച് 25 സിനിമ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടിയിരുന്നത് സത്യത്തിൽ ആ സിനിമ അഭിനയിച്ച് കഴിഞ്ഞ് ഇരിക്കേണ്ട ഒരു സമയം ആയി. അപ്പൊ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു മൊമെന്റ് ആയിരിക്കും മിക്കവാറും എല്ലാ കലാകാരന്മാർക്കും ഉണ്ടായിട്ടുണ്ടാവുക. ബിക്കോസ് കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രതീക്ഷ, ഹോപ്പ്, അടുത്ത ഇനി വരുന്നത് ഇതാണ്. അതിനുവേണ്ടി നമ്മൾ മെന്റലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, നമ്മൾ ചിലപ്പോൾ ഫിസിക്കലി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ഇത് ആക്ച്വലി ഗവൺമെന്റ് തന്നെ ഫണ്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. അപ്പൊ അതിന് ഡെഫിനറ്റ്ലി അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് സൈഡും ഉണ്ടായിരുന്നു. സോ ഐ വാസ് ബേസിക്കലി വർക്കിംഗ് ഓൺ my character's name was Noor Jahan. So I was basically working on how Noor Jahan's hair would be, what Noor Jahan would be wearing, and എന്തായിരിക്കും എപ്പോഴും ഉള്ള ഒരു she's a very വളരെ ഒരു സ്ത്രീ കടന്നു പോകുന്നതിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു തലത്തിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം എന്തായിരിക്കും ചിന്തകള്. അപ്പൊ ഐ വാസ് റൈറ്റിംഗ് ആൻഡ് ഐ വാസ് വർക്കിംഗ് ഓൺ ദാറ്റ്. അങ്ങനത്തെ ഒരു പീരീഡിലാണ് പെട്ടെന്ന് ഒരു സഡൻ
ബ്രേക്ക് ഇട്ട പോലെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ ഏതൊരു കലാകാരനും എനിക്ക് തോന്നുന്നു, എനിക്കറിയാവുന്ന എല്ലാവരും ഇതുപോലെ ഓരോരോ മെന്റൽ പ്രോസസ്സിലായിരുന്നിരിക്കും. അപ്പോ പെട്ടെന്ന് നമുക്കൊരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരിക്ക് ആൾക്കൂട്ടം ഇല്ലാതെ ആവുക, സാമൂഹികമായ അകലം വരിക, ആളുകൾ കൂടി നിൽക്കുക, ആസ്വദിക്കാൻ കൂടി നിന്ന് ആസ്വദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക. നമ്മൾ കാലങ്ങളോളമായിട്ട് ശീലിച്ചു പോന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ അവാർഡ് ഫംഗ്ഷൻസിന്റെ ഒക്കെ ഒരു ഉദാഹരണം പറഞ്ഞത്. ആ ഒരു ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തിൽ നിന്നുണ്ടാവുന്ന ഒരു എനർജി, ആൾക്കൂട്ടം നമ്മൾ ഓൺ സ്റ്റേജ് ആണെങ്കിലും സ്ക്രീൻ ആണെങ്കിലും, ഞാൻ എത്ര തവണ എൻ്റെ വീട്ടിലിരുന്ന് കണ്ടാലും കിട്ടാത്ത ഒരു ഇതാണ് നമുക്ക് തിയേറ്ററിൽ പോയി ആൾക്കാർ. അപ്പോൾ ആ ഒരു ഫീലിംഗ് എപ്പോഴും ഒരു കലാകാരന്റെ മെന്റലി എപ്പോഴും അതെപ്പോഴും ഉള്ളിൽ ഉണ്ടാവും നമുക്ക്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു മൊമെന്റില് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയും ഇനി എന്ത്, എപ്പോഴും നമ്മളൊരു ഒഴുക്കിനനുസരിച്ച് പോവാണ് ചെയ്യുക. നമുക്ക് യൂഷ്വലി നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിൽ ഇൻവോൾവ് ആവും. ആ സമയത്ത് തന്നെ എസ്പെഷ്യലി ആസ് എ വുമൻ ഹു like me, who is trying to balance between family and the creative energy, will have her own struggles to find out her their own ways to portray the character, to do whatever is supposed to be doing for that character. adinde ellam appuratthekku ini എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കൂടി വരുമ്പോഴേക്കും ആ ഒരു ഒഴുക്ക് നിന്ന് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ശരിക്കും ഞാൻ എന്നല്ല, എനിക്കറിയാവുന്ന ഒരുപാട് പേര് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഈ ഒരു പീരിയഡിനെ ശരിക്കും ഡിവൈഡ് ചെയ്യാൻ വിചാരിക്കുന്നത്, ഞാൻ ആദ്യത്തെ ഒരു സ്ലൈറ്റ് പീരിയഡിൽ ഒരു പക്ഷേ നമ്മൾ കുറച്ച് ആ ഒരു സ്ട്രെസ് എടുക്കുന്നതിന് മുമ്പ് ഐ തോട്ട് okay, it will be okay in a month or in 2 months. അങ്ങനെയാണ് ഞാൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ ഒരു ആഴം ദിവസം പ്രതി നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ലോകം തന്നെ പകച്ചു നിൽക്കുകയാണെങ്കിലും ആസ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെയാണ് ആദ്യം എൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സോ ദെൻ ഐ റിയലൈസ്ഡ് ഇത് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ഐ എം സപ്പോസ് ടു ബി എക്സ്പ്രസിങ്. അത് ഇപ്പൊ ഒരു നടി അല്ലെങ്കിൽ ഒരു നടി എന്നുള്ള നിലയ്ക്ക് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ ഒരു പാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് അവർക്ക് അവരുടെ സംഗീതം ലോകത്തിൽ എക്സ്പ്രസ് ചെയ്യണം. ഒരു ഡാൻസർക്കാണെങ്കിൽ അവരുടെ നൃത്തം ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കണം. ഏതൊരു കലാകാരനാണെങ്കിലും, ഒരു മിമിക്രി കലാകാരനാണെങ്കിലും, ഇനി ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ടെക്നിക്കലി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും, everyone has to work and എല്ലാവർക്കും ഇത് കാണാൻ ആളുകൾ ഉണ്ടാവണം. നമുക്ക് വേദികൾ ഉണ്ടാവണം. ഇത് ഏത് തരത്തിലാണോ ഇത് ആളുകൾ കാണുന്നത് ആ തരത്തിൽ നമുക്ക് വേദികളും ഉണ്ടായിരിക്കണം. അപ്പോ ഞാൻ ഇതിനെ ശരിക്കും ഡിവൈഡ് ചെയ്യുന്നത് ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്ന്, ആദ്യം എനിക്ക് അക്സെപ്റ്റൻസ് ആയിരുന്നു എനിക്ക് കുറവ്. ഞാൻ വിചാരിച്ചിരുന്നത് ഇല്ല, ഇത് ശരിയാവും ഇൻ എ മന്ത്, ഇൻ 2 months, ഓക്കെ, ഇൻ 45 days, ഇൻ 50 days ആൻഡ് പിന്നീടാണ് ഞാൻ ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് എത്തുന്നതും അതിൽ നിന്ന് ഒരു ഇൻസൈറ്റിൽ നിന്ന് പിന്നീട് ഞാൻ എൻ്റെ പോസിബിലിറ്റീസിലേക്ക് എത്തുന്നതും. സോ ഐ വുഡ് ഡിവൈഡ് മൈ ജേർണി ലൈക്ക് ദിസ്. I initially had a period of non-acceptance, and then I realized my limitations. Then I accepted the situation, and now I feel that I have possibilities to express it. Appo ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ആർട്ട് ഇല്ലാണ്ട്, കല ഇല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് ടൈംസും നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആർട്ട് ഹീൽസ്. ആർട്ട് ഹീൽ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്മയുടെ പ്രസൻസ് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന്റെ ആത്മാവിനെ ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നതും കലയാണ്. കല ആസ്വദിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ടു ആൻ എക്സ്റ്റെന്റ് വി ആർ ബ്ലെസ്ഡ്. സോ ഈ ഒരു ആൾക്കൂട്ടമില്ലായ്മ, ഈ ഒരു ഒഴുക്ക് നിന്നുപോയി എന്നൊക്കെ ഉള്ളത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇൻട്രോസ്പെക്ഷനിലേക്കാണ് എത്തിക്കുക. what I was doing, and what did I do in the right way, and what did I do in the wrong way, and what is that I can because ഞാൻ വിചാരിക്കുന്ന ഈ ഒരു
ആക്ടിങ് പർട്ടിക്കുലർലി ഒരു സ്കില്ല് എല്ലാവർക്കും ഉള്ള ഒരു സ്കില്ലാണ്. ഐ തിങ്ക് ആരും ഉണ്ടാവില്ല ആക്ടിങ് ഒരു 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 സ്കില്ലായിട്ട് കിട്ടാത്തവർ. പക്ഷെ ഏത് സ്കില്ലും നമ്മളത് മോൾഡ് ചെയ്യണം, അത് ഷാർപ്പൻ ചെയ്യണം. അതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെയാണോ അതിൽ വേണ്ടത്, അതിനെ എല്ലാത്തിനെയും നമ്മൾ എല്ലാ സമയത്തും വളരെ ഷാർപ്പാക്കി, വളരെ മോൾഡ് ചെയ്ത് അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്യണം. സോ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഒരു പോസിബിലിറ്റിയാണ് പെട്ടെന്ന് ക്ലോസ് ആയത്. ബിക്കോസ് ആസ് എ പേഴ്സൺ, ആസ് എൻ ആർട്ടിസ്റ്റ്, ഞാൻ എല്ലാ സമയത്തും എന്നെ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ചിലപ്പോൾ എക്സൈറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു ഡ്രാമ കാണാൻ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു സിനിമ ഇരുന്ന് കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ യുനോ എന്തെങ്കിലും വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, അടുത്ത മാസം ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, സോ ഐ വുഡ് ബി തിങ്കിങ് അബൌട്ട് ദാറ്റ്. ആൻഡ് ഈവൻ ഒരു ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ശരീരമാണെങ്കിലും നമ്മുടെ ശബ്ദമാണെങ്കിലും നമ്മുടെ മെന്റലി നമുക്കുള്ള ഒരു ക്ലാരിറ്റി ആണെങ്കിലും ഇതെല്ലാം ഒരു ആർട്ടിസ്റ്റ് ദിവസം 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 ബ്രഷപ്പ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏത് തരത്തിലാണെങ്കിലും. അപ്പം ഐ യൂസ് ടു വർക്ക് ഓൺ ക്രിയേറ്റീവ് മൂവ്മെന്റ്, ഐ യൂസ് ടു വർക്ക് ഐ യൂസ് ടു റൈറ്റ് ദ തോട്ട്സ് ഓഫ് മൈ നൂർജഹാന്റെ തോട്ട്സ് ഞാൻ എഴുതി വെക്കുമായിരുന്നു. എന്തായിരിക്കും ഒരു എണീക്കുമ്പോ നൂർജഹാൻ ഉണ്ടാവുന്ന ഒരു തോട്ട്. അപ്പൊ അങ്ങനത്തെ കുറെ എക്സസൈസസ്. പക്ഷെ ഈ ഒരു സ്ട്രെസ് ഇങ്ങനെ ചെറിയ തരത്തിൽ നമ്മളെ എഫക്ട് ചെയ്യുമല്ലോ. ഒബ്വിയസ്ലി യു കാൺ ഗോ ഔട്ട്, യു കാൺ ഡു വാട്ട് എവർ യു വർ ഡൂയിങ് ബിഫോർ. അതൊന്നും ചെയ്യാൻ പറ്റാതെ ആവാന്ന് പറയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു സ്ട്രെസ് നമ്മുടെ മനസ്സിലേക്ക് വരും. ആൻഡ് ഒരു ഈ പറഞ്ഞ പോലെ ഫാമിലിയും creative energy, you have a lot of creative energy in your mind, and but you act, what you're basically doing is cooking or cleaning or washing the clothes, or you're doing something which is not enough to liberate that energy in you. അത് നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലാണ് ഏതൊരു കലാകാരന്മാരെ എത്തിക്കുക. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് എപ്പോഴും ഒരു കൾച്ചറൽ ബൗണ്ടറി ഉണ്ടായിരുന്നു ടു വാച്ച് മൂവീസ്. ബിക്കോസ് whenever people suggest me to watch a movie which is a Hollywood movie, or which is a Korean movie or a Spanish movie, I wouldn't do that because I might not mentally connect to that culture and mentally not connect to their emotions. And I feel കേരളത്തിലെ ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്ന പോലെയല്ല ഈവൻ ലൈക്ക് തമിഴ്നാട്ടിലെ ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുക. അതേപോലെ ഇപ്പം തമിഴ്നാട്ടിലെ ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ ഒരിക്കലും അല്ല ഒരു സ്പാനിഷ് അല്ലെങ്കിൽ ഒരു കൊറിയൻ അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഹോളിവുഡ് മൂവി അല്ലെങ്കിൽ അതിലൊന്നും ആ തരത്തിലല്ല എക്സ്പ്രസ് ചെയ്യുക. അപ്പം എനിക്ക് എല്ലാ സമയത്തും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. I might get connected with the theme of that movie, with the theme of the web series, but I can never get connected to the performances or the culture they have. അപ്പോ എന്നെ സംബന്ധിച്ച് ഈ ഒരു ജേർണിയിൽ ഞാൻ ഫസ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള ഒരു കൾച്ചറൽ ബൗണ്ടറീസിനെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അൺബിലീവബിൾ എന്ന് പറഞ്ഞ സീരീസിൽ തുടങ്ങി ഒരുപാട് സീരീസസ് വിച്ച് ഐ ഫെൽറ്റ് കണ്ടത് നന്നായി അല്ലെങ്കിൽ മുമ്പ് കാണണമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ ഞാൻ അതിരുന്ന് കാണുകയും അതിലെ ഫസ്റ്റ് ഒന്നും ഡെഫിനറ്റ്ലി എനിക്ക് അതിന്റെ പെർഫോമൻസ് വൈസ് ബ്രില്യൻ്റ് ആണെന്ന് തോന്നുമെങ്കിലും നമുക്ക് ശരിക്കും നമുക്ക് അതിൽ നിന്ന് ഗ്രാസ്പ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എക്സൈറ്റഡ് ആവുന്നത്. അങ്ങനത്തെ ഒരു പ്രോസസ് ഫസ്റ്റ് നടന്നില്ലെങ്കിലും ചിലത് ഞാൻ അങ്ങനെ I just felt I could have done it before എന്നുള്ള നിലയ്ക്ക് അങ്ങനെ നമ്മൾ നമുക്ക് കിട്ടുന്ന സമയം നമ്മുടെ അത്തരത്തിലുള്ള നമ്മുടെ ലിമിറ്റേഷൻസിനെ നമുക്കൊന്ന് പുഷ് ചെയ്യാം, നമ്മുടെ ബൗണ്ടറീസിനെ നമുക്കൊന്ന് പുഷ് ചെയ്യാം എന്ന് തോന്നുന്ന ഒരു തരത്തിലാണ് വന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏതൊരു സ്ത്രീയും എപ്പോഴും ഐ എം എ പേഴ്സൺ ഹൂ പെട്ടെന്ന് എനിക്ക് സെൽഫ് സിമ്പതി വരും. ഓക്കെ, ഐ എം നോട്ട് സപ്പോസ് ടു ഡു ദിസ്, ഞാൻ വേറെ എന്തോ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, ഞാൻ ഇതല്ലല്ലോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഫീലിംഗ് പെട്ടെന്ന് വരുന്ന ഒരാളാണ് ഞാൻ. സോ അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് പെട്ടെന്നുണ്ടായി. സോ ഐ എം നോട്ട്
എൻ്റെ സ്കിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബൗണ്ടറീസ് പുഷ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ എം നോട്ട് എക്സ്പ്രസിങ്. പീപ്പിൾ ആർ ആക്ച്വലി നോട്ട് വാച്ചിങ് മീ. ആളുകൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇതല്ല ചെയ്യേണ്ടത്. ഐ എം നോട്ട് ഞാൻ ഇനിയും ചെയ്യേണ്ട എന്തോ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് പിന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ ഇതെല്ലാം നോർമലി എനിക്ക് തോന്നുന്നു ഈ ഒരു ജെൻഡർ എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഒരു കലാ എന്താ പറയാ, ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞ് കുറച്ച് സമയത്തേക്കാണ് സത്യത്തിൽ ഒരു ജെൻഡർ എന്നുള്ളത് ഒരു പിന്നീട് നമ്മുടെ ആ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ക്വറീസിനെയൊക്കെ നമ്മൾ ഒരുവിധം ടാക്കിൾ ചെയ്യാൻ പഠിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു COVID-19 എന്ന് പറയുന്ന വളരെ അസാധാരണം തന്നെ പറയാം, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ കലാകാരന്മാർ ഇത് അടയാളപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇൻ വിച്ച് എവർ വേ ഇസ് പോസിബിൾ ഫോർ you or me or anybody. ഒരു കലാകാരൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് എന്താ പറയാ റെലവെന്റ് ആവുന്നത്. ഞാൻ നാളെ വരുന്ന സ്ക്രിപ്റ്റുകളിൽ അല്ലെങ്കിൽ നാളെ വരുന്ന സിനിമകളിലെല്ലാം ഒരു പക്ഷേ ഈ പറയുന്ന ലോക്ക്ഡൗൺ ഒരു കഥാപാത്രമായിരിക്കും. അപ്പൊ ആളുകൾ എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത്, എങ്ങനെയാണ് ആളുകൾ ഇതിൽ എഫക്റ്റഡ് ആവുന്നത്, എങ്ങനെയാണ് ആളുകൾ ഇതിനെ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്ത്രീ എന്നുള്ള എനിക്ക് പെട്ടെന്ന് ആ ഒരു സെൽഫ് സിമ്പത്ത്, ഓക്കെ ഞാൻ ഇത് ഞാൻ ഇതല്ലല്ലോ ചെയ്യേണ്ടത്, ഐ എം സപ്പോസ് ടു ബി ഡൂയിങ് സംതിങ് എൽസ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരുന്നതും അങ്ങനെയാണ്. ഞാൻ ഇത് ചെയ്താൽ പോരാ എന്നുള്ളത് അങ്ങനെയാണ് സത്യത്തിൽ എൻ്റെ ഒരു ജേർണിയിൽ. ഞാൻ ഐ എം എ പേഴ്സൺ ഹൂ ഹാസ് എനിക്ക് മൂവി ക്യാമറയുടെ മുന്നിൽ ഇൻഹിബിഷൻസ് ഇല്ല. പക്ഷെ ഒരു ഫോട്ടോഗ്രാഫിക് ഇതിൽ നിൽക്കുമ്പോൾ ഞാൻ വളരെ ഇൻഹിബിഷൻസ് ഉള്ള ഒരാളാണ്. അതിന്റെ കാരണങ്ങൾ ഈ പറഞ്ഞതുപോലെ വളരെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കാരണങ്ങളാണ്. ഐ യൂസ് ടു ഹേറ്റ് മൈ body and my appearance for the longest of period in my life. I was overweight എന്ന് പറയാം, അത്രയും പറയാൻ പറ്റും. I was obese and overweight, and I was not I used to not fit into that mold of a very so-called beautiful girl. I was not thin, I was so I used to hate my body for the longest of time. And കഥാപാത്രമാവുമ്പോൾ എനിക്ക് അതൊരു ഷീൽഡാണ്. സോ ഐ ഫീൽ that's not me, that's someone else who is standing in front of camera. But when I pose for a photo, I feel that it's just me and I'm so naked and anybody can just see that I'm so I had that inhibitions. അപ്പോൾ ആ ഒരു ഇൻഹിബിഷൻസിനെ മാറ്റുക എന്ന് പറയുന്നതും എളുപ്പമായിരുന്നില്ല. ആൻഡ് ഐ പ്രാക്ടീസ് ബോഡി പോസിറ്റിവിറ്റി. ഐ പ്രാക്ടീസ് now I'm a much confident person, and I feel that I give that confidence to many out there to feel beautiful, to not get affected by the body shaming comments you get from the society, and I'm very happy about that. But still, inside me we all say that childhood ആണ് നമ്മളെ ശരിക്കും ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ആ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ഒരു ടീനേജിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കും ഐ എം എ പേഴ്സൺ ഹൂസ് നോട്ട് വെരി ഹാപ്പി ഇൻ ഫ്രണ്ട് ഓഫ് എ ഫോട്ടോഗ്രാഫർ. ആൻഡ് പിന്നീട് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഐ ജസ്റ്റ് ലവ് ദ ആർട്ട് ഓഫ് ഫോട്ടോഗ്രാഫി. എനിക്ക് ഒരു ഫോട്ടോ കണ്ടാൽ, എസ്പെഷ്യലി ഒരു നേച്ചർ റിലേറ്റഡ് ഫോട്ടോഗ്രാഫിയെക്കാളും എന്നെ എക്സൈറ്റ് ചെയ്യുന്നത് ഒരു മോഡലിന്റെ ഫോട്ടോഗ്രാഫി തന്നെയാണ്. ഐ ലവ് ദാറ്റ് something is being communicated through just a pic, and that is an amazing thought I always get. So what I always felt is that I wanted to just break that, and what I started is that I just did a home photo shoot session with my husband, so that I would not feel that inhibition and all that. So I just tried some photos and I just put it, and it just
it just gave me so much of acceptance. And people, if I don't post a pic a day, and I would get like hundreds of messages asking when are you posting the pictures. So that indeed gave me a lot of confidence as an artist and as a person, because I was just trying to break whatever was kept inside me, and I was just trying to push that boundaries. And ഒരു ഏതൊരു കലാകാരനാണെങ്കിലും ഒരു ഇൻട്രോസ്പെക്ഷൻ എല്ലാ സമയത്തും ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എല്ലാ സമയത്തും തോന്നിയിട്ടുണ്ട് മലയാളം സിനിമയിൽ നമ്മളൊരു ഒരു സമയം വരെ നമ്മുടെ നായികമാര് used to be dumb. I would say that innocent എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് വിഡ്ഢികളാവുന്നതും നിഷ്കളങ്കരാവുന്നതും വ്യത്യാസമുണ്ട്. നമ്മുടെ നായികമാരൊക്കെ വിഡ്ഢികളായിരുന്നു ഒരു സമയം വരെ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എവ്രിബഡി, ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ലൈക്ക് 80% ഓഫ് ദം. നമ്മള് എല്ലാ സമയത്തും നമ്മൾ നമുക്ക് ലോക വിവരങ്ങളെ കുറിച്ചോ സാമൂഹിക ചുറ്റുപാടുകളെ കുറിച്ചോ ഒന്നും നമ്മുടെ നായകന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു. പൊതുവെ എന്താ പറയാ, ഒരു പുരുഷ കഥാപാത്രത്തിന്റെ നിഴൽ പറ്റിയാണ് ഉണ്ടായിരുന്നത്. there are exceptional characters. I wouldn't say അത് ഞാൻ ഇല്ല എന്ന് പറയില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നു. ഞാൻ സിനിമ സ്വപ്നം കാണുന്ന സമയത്ത് സിനിമ തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു. നമ്മള് പട്ടുപാവാടയിട്ട് മുടിയൊക്കെ രണ്ട് ഭാഗത്തും പിന്നിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു പാട്ട് പാടും. പ്രോബബ്ലി ഒരു റൊമാൻറ്റിക് സീൻ ഉണ്ടായിരിക്കും. ആൻഡ് യു ആൻഡ് ദ ഹീറോ നമ്മൾ അഹങ്കാരി എന്നൊക്കെ ചിലപ്പോൾ വിളിക്കുമായിരിക്കും. ബിക്കോസ് ആൻഡ് അത് ആക്ച്വലി പോർട്രേ ചെയ്യുന്നത് നമ്മൾ ഡമ്മാണെന്നായിരിക്കും. ലൈക്ക് ആ തരത്തിലുള്ള ഒരു നായിക കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ കഥാപാത്രങ്ങള് യേശു നമുക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ എന്നും, അല്ലെങ്കിൽ ഏത് ചേട്ടനാണെങ്കിലും മര്യാദക്ക് സംസാരിക്കണം എന്നും ഒക്കെ പറയാൻ തുടങ്ങിയത്. അതിന്റെ കൂടെ തന്നെ ഞാൻ എല്ലാ സമയത്തും വിചാരിക്കുന്നത്, ഒരു സ്ത്രീയെ കുറിച്ച് പറയാനില്ലാതെ ഒരു സിനിമ എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ് കാണാൻ. ഒരു സ്ത്രീയെ ഇൻഡെപ്ത് ആയിട്ട് പറയാത്ത ഏതൊരു സിനിമയും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് സ്ത്രീകൾക്ക് കഥാപാത്രങ്ങൾ തന്നെ ഉണ്ടാവാൻ ഉള്ള ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, വളരെ കുറച്ച് ആളുകളിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാത്ത ബാക്കിയുള്ളവര് ഇപ്പോഴും അതേ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു സ്ത്രീ കലാകാരിക്ക്, ഒരു സ്ത്രീ അഭിനേത്രിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടാൻ ആദ്യമേ ബുദ്ധിമുട്ടായിരുന്നു. സോ ബിക്കോസ് ഈവൻ ഞാൻ പറയുന്നത് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്, അത് ഒരു സമയത്തും മാറിയിട്ടില്ല. യു ആർ സ്ട്രഗ്ലിംഗ് ഈവൻ ആഫ്റ്റർ ഡൂയിങ് എ ക്യാരക്ടർ ഇൻ എ സക്സസ്ഫുൾ വേ. യു ആർ സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ടു പ്രൂവ് യുവർ സെൽഫ് again and again and again. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇങ്ങനെ ഒരു പോസ് വരുന്നത്. ഒരു പോസ് വരുമ്പോൾ ഞാൻ ഇതിന്റെ ഒരു എനിക്ക് മനസ്സിലാക്കിയ ഒരു ടെക്നിക്കാലിറ്റീസ് വെച്ചിട്ട് ഇനിയിപ്പം ഈ OTT എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ആൻഡ് വെബ് സീരീസസ് ആർ ബേസിക്കലി ലൈക്ക് എ ലിറ്ററേച്ചർ. ഇറ്റ് ഗിവ്സ് ഈച്ച് ക്യാരക്ടർ, ഞാൻ എപ്പോഴും ഒരു പെർഫോമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ആലോചിക്കുക. സോ ഇറ്റ് ഗിവ്സ് ഈച്ച് ക്യാരക്ടർ ഒരു നമുക്ക് പെർഫോം ചെയ്യാൻ, നമ്മുടെ ക്യാരക്ടറിനെ ഇങ്ങനെയാണ് എന്ന് പറയാൻ. എസ്പെഷ്യലി എനിക്ക് മെയ്ഡ് ഇൻ ഹെവൻ ആണെങ്കിലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എല്ലാത്തിനുള്ള സമയം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂറിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആ സ്റ്റാർട്ട് ആക്ഷനും കട്ടിനും ഇടയിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്.
ഒരു ടൈം ബൗണ്ടറി വരാതിരിക്കുമ്പോൾ തന്നെ അതൊരുപാട് യുനോ അത് ഭയങ്കര ലിബറേറ്റിംഗ് ആണ്, ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പം ഈ വെബ് സീരീസസ് എന്ന് പറയുന്നതും OTT പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര പ്രതീക്ഷ നൽകുന്നതാണ്. അത് എത്രത്തോളം നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഒരു OTT റിലീസ് ആണ് ഇത്രയും യുനോ ചർച്ചകൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അത് വെൽക്കം ചെയ്യണം തന്നെയാണ്. ബിക്കോസ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ ഇത്രയും കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിയേറ്റർ തുറക്കുകയാണ്. ആൻഡ് വി ഹാവ് യുനോ ഹീറോസ്, സൂപ്പർ ഹീറോസ് മൂവീസ് വിച്ച് ഇസ് വെയിറ്റിംഗ് ഫോർ ദ റിലീസ്. അത് മമ്മൂക്കന്റെ ആണെങ്കിലും ലാലേട്ടന്റെ ആണെങ്കിലും അതിപ്പോ പിന്നെ ഈവൻ എനിക്ക് തോന്നുന്നു ഫഹദിന്റെ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഇസ് യുനോ വെയിറ്റിംഗ് ഫോർ ദ റിലീസ്. ഇത്തരം സിനിമകൾ ഒരിക്കലും നമുക്കൊരു ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് തിയേറ്റേഴ്സിന് ഇത്രയും കാലം അടച്ച് ഇട്ടത് കൊണ്ട് തന്നെ ദേ പ്രോബബ്ലി ഡോണ്ട് ടേക്ക് എ ചാൻസ്. അതുകൊണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വേറൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് സപ്പോസ് ടു ബി വിത്ത് സൂപ്പർ സ്റ്റാർ and the production, it was supposed to be produced by that superstar also. അപ്പോൾ ഇനിയുള്ള സിനിമകൾ തുടങ്ങാനുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ റിലീസാവണം. അത് റിലീസാവുന്നത് തിയേറ്ററിൽ തുടങ്ങി കഴിഞ്ഞാൽ പോലും ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരിക്ക് തരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കര അധികമാണ്, ഈ ഒരു അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മള് 6 മാസം ഒരു കലാകാരനെ കണ്ടില്ലെങ്കിൽ മറന്നു പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മളൊരു സിനിമ ഇന്ന് റിലീസായ നാളെ നമ്മളടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു സ്ത്രീകളോട് എനിക്കറിയില്ല, ഐ ഡോണ്ട് തിങ്ക് ഹീറോസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു പക്ഷെ അത് കേൾക്കുന്നുണ്ടാവില്ല. അടുത്ത സിനിമ ആരുടെ കൂടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അടുത്ത സിനിമ ഏതാണ് എന്നല്ല, അടുത്ത സിനിമ ആരുടെ കൂടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അത് ഒരു കലാകാരിയെ സംബന്ധിച്ച് വിഷമിപ്പിക്കുന്നതെന്നല്ല, ബട്ട് വി ഹാവ് ടു അക്സെപ്റ്റ് ദറ്റ് റിയാലിറ്റി. ഞാൻ ഇത് പറയുന്നതിന്റെ കൂടെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് സിനിമയിൽ വളരെ അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയാണ്. ഒരിക്കൽ ഞാനും ആ സുഹൃത്തും കൂടി ഇരിക്കുന്ന സമയത്ത് ഷീ വാസ് ഗെറ്റിംഗ് എ കോൾ യുനോ സേയിങ് ദറ്റ് ഒരു വുമൻ സെൻട്രിക് സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ട്, ഞങ്ങൾ അതൊന്ന് പറയാൻ വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ഞാൻ ഒരു ഹീറോ കൂടിയുള്ള ഒരു ഹീറോയുടെ സപ്പോർട്ടുള്ള ഒരു സിനിമ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഐ എം നോട്ട് ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ വുമൻ സെൻട്രിക് സിനിമ എന്നാണ്. അതിന്റെ കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ബിക്കോസ് മാർക്കറ്റിന്റെ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ, യുനോ അത് ഒരു കലാകാരിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ അത് ആക്ച്വലി COVID-19 അതിനെ ഡബിൾ ആക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന ഈ ഒരു വെർച്വൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നമ്മളെ എല്ലാവരെയും നമ്മുടെ രസികർ ആസ്വാദകർക്ക് നമ്മളെ കാണാനുള്ള ഒരു പോസിബിലിറ്റി, നമ്മുടെ വി പ്രോബബ്ലി ഹാവ് എൻ അതർ സൈഡ് ഓഫ് അസ്, യുനോ. നമ്മൾ ആർട്ടിനെ വേറൊരു രീതിയിൽ ചിലപ്പോൾ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അതിനെ കാണിച്ചു കൊടുക്കാനൊക്കെ ഈ ഒരു വെർച്വൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഭയങ്കര യുനോ വെർച്വൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് വളരെ ഹെൽപ്ഫുൾ ആണ് അങ്ങനെ കാണിക്കാൻ. ലൈക്ക് യു ക്യാൻ ജസ്റ്റ് യുനോ ഞാനിപ്പോ ഞാൻ ബേസിക്കലി യോഗ ആൻഡ് മെഡിറ്റേഷൻ, ഈവൻ ഫിറ്റ്നസ് ആൻഡ് ന്യൂട്രീഷൻ, ഇതിലെല്ലാത്തിലും ഒരുപാട് എൻ്റെതായിട്ടുള്ള രീതിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ ബേസിക്കലി ഫീൽ ദറ്റ് ഇറ്റ് ഹെൽപ്സ് ബിക്കോസ് ആസ് വുമൻ I believe we have more hormones or something, and you know my mood just swings and it just stand upside down and all that.
സോ ന്യൂട്രീഷൻ ആണെങ്കിലും യോഗയാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും ഒക്കെ ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഒരു പടി കൂടെ മുകളിൽ ഒരു ആർട്ടിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യും. സോ വാട്ട് ഐ ബിലീവ് ഇസ് ദാറ്റ് നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് എനർജീനെ, ഞാൻ എൻ്റെ ഒരു ലിമിറ്റേഷൻസിൽ നിന്ന്, ഒരു ഇൻസൈറ്റിൽ നിന്ന് എനിക്ക് പറ്റുന്ന പോലെ ഐ വാസ് ട്രൈങ് ടു break and I was trying to push my boundaries and explore more as an artist or ഒരു ആസ്വാദക എന്നുള്ള നിലയ്ക്ക്. പക്ഷെ ഇനിയുള്ള കാലം എപ്പോഴും അൺസർട്ടൺ തന്നെയാണ്. ഒരു പുരുഷനെ അത് ബാധിക്കുന്നതിന്റെ ഒരു പടി മുകളിൽ ഒരു സ്ത്രീയെ ഡെഫിനറ്റ്ലി അത് ബാധിക്കും. നമുക്കൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒരു പുരുഷന് ഉണ്ടാവുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഒരു സ്ത്രീക്കുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും നമ്മുടെ ഇമോഷൻസ് ആണ്, നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സും നമ്മുടെ ഇമോഷൻസ് ആണ്. ആൻഡ് ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആൾക്കൂട്ടം ഇല്ലാതെ ആവുക എന്നുള്ളതാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് ഉണ്ടാവാവുന്ന ഏറ്റവും വലിയ ദുരന്തം. അത് സംഭവിച്ചിട്ടും ഈ ഒരു കാലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കാലത്തെ കുറിച്ച് നാളെ വരുന്ന ഒരു കലാസൃഷ്ടിയിൽ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ വുമൻ, എല്ലാ വൾണറബിലിറ്റീസും നമുക്ക് ഉണ്ടാവുന്ന ഇപ്പോൾ ഉള്ള എത്രത്തോളം നമ്മളിത് സെൻസിറ്റീവ് ആക്കുന്നുണ്ട്, നമ്മൾ എത്രത്തോളം ഈ ഒരു പ്രോബ്ലംസിനോടൊക്കെ സെൻസിറ്റീവ് ആണ് എന്നുള്ളതൊക്കെ മൈറ്റ് ഹെൽപ്പ് us ടുമോറോ. ആ ഒരു ഇൻട്രോസ്പെക്ഷൻ ആണെങ്കിലും, നമ്മുടെ ഒരു സെൽഫ് റിയലൈസേഷൻസ് ആൻഡ് പുഷിംഗ് ദ ബൗണ്ടറീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ, ഹൗ ഇസ് ഇറ്റ് എഫക്റ്റിംഗ് വുമൻസ് ഓഫ് മെനി സോഷ്യോ എക്കണോമിക് സോൺ, ആൻഡ് നമ്മുടെ സർഫസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് ശരിക്കും ഏതൊരു കലാകാരനും ഇങ്ങനെ സർഫസ് ചെയ്ത് നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ക്രിയേറ്റീവായി ചെയ്യുന്ന കാര്യം എന്താണ്, ഏറ്റവും ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് എന്നുള്ള ഒരു ഐഡിയോളജി ആണ് എന്ന് തോന്നുന്നു ഈ കാലത്തിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക. സോ ഐ തിങ്ക് ഞാൻ എൻ്റെ ഒരു ജേർണിയെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പ്രിറ്റി മച്ച് എല്ലാവർക്കും ഒരു കലാകാരനും ഒരു കലാകാരിക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ദേവ് ചേച്ചി, ഐ ആം ഡൺ. സോ ഷിബ്ല, ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ പാർട്ടിസിപ്പൻസുമായി സംവദിച്ചതിന് ഒരുപാട് നന്ദി. ഈ ഒരു ടോക്ക് കേട്ടതിന് ശേഷം എന്റെ മനസ്സിൽ ആദ്യം വരുന്നത്, എനിക്ക് തോന്നുന്നു, ആനന്ദിന്റെ ആൾക്കൂട്ടത്തിൽ തനിയെ നോവലിന്റെ ശീർഷകമാണ്. ആവർത്തിച്ച് ഷിബില പറഞ്ഞൊരു വാക്കാണ് ആൾക്കൂട്ടം ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ. എനിക്ക് തോന്നുന്നു ഏതൊരു കലാകാരനെയും കലാകാരിയെയും സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥ തന്നെയാണ്. വളരെ ശരിയാണ് പറഞ്ഞത്. And I should also say that ഒരു series of academic sessionsന് ശേഷം it was like a breath of fresh air. മേ ബി ഒരു കലാകാരിക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രത്യേകതയായിരിക്കാം. മേ ബി എ മാജിക് ഇറ്റ് വാസ്. വളരെ ഇൻഫോർമൽ ആയിട്ടാണ് ലൈക്ക് ഷിബില സംസാരിച്ചത്. അതേസമയം എനിക്ക് ഉറപ്പാണ് കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തിക്കും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഷിബിലയുടെ വാക്കുകളോട് യോജിക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിനോട് താദാത്മ്യം പ്രാപിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചാറ്റ് ബോക്സിൽ വന്ന് കിടപ്പുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ചർച്ചയാകാം. ഒരു ക്വസ്റ്റ്യൻ അമർരാജ് ആണ് ചോദിച്ചിരിക്കുന്നത്. Do you think online live performance can replace the actual ambience of gatherings? നോ. അതിന്റെ ഉത്തരം ഒരു നോ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതൊരു പോസിബിലിറ്റി തന്നെയാണ്. ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ അവസ്ഥയിൽ അതൊരു പോസിബിലിറ്റി തന്നെയാണ്. ഒരു പക്ഷേ പലർക്കും മുമ്പ് കിട്ടാതിരുന്ന ഒരു സമയം ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ അതും ഒരു പോസിബിലിറ്റിയാണ്. ബിക്കോസ് നമുക്കിപ്പോ ഒരു ഈവൻ ഒരു ലൈവ് പെർഫോമൻസിനാണെങ്കിലും നമ്മൾ മുമ്പ് അത് ആലോചിക്കില്ല. അപ്പം അങ്ങനെ ഒരു ആലോചന വരുന്നത് ഒരു കുറച്ച് പുതിയതാണ്, കുറച്ച് ഫ്രഷ് ആണ്. പക്ഷെ ഒരിക്കലും അതിന് ആ ഒരു ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡെഫിനറ്റ്ലി പറ്റില്ല. ഓക്കെ, ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ചോദിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് കലാകാരികളും കലാകാരന്മാരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റിമി ടോമി തൊട്ട് അനു സിതാര മുതൽ ഒട്ടനവധി ആൾക്കാര്.
അപ്പം ഇതൊരു പക്ഷേ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന നിലയിലാവാം അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഓവർ എക്സ്പോഷർ എന്നുള്ളത് ഒരു ചലഞ്ച് ആണോ? വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? ഐ ബിലീവ് ദാറ്റ് എത്ര യുനോ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതാണ് ക്വാണ്ടിറ്റിനെക്കാട്ടിലും ഡെഫിനറ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബട്ട് ഇഫ് യു ആർ ഷോയിങ് അനദർ പാർട്ട് ഓഫ് യു, ലൈക്ക് യു ആർ നോട്ട് പെർഫോമിംഗ് ഓൺ യുവർ യൂട്യൂബ് ചാനൽ ആൻഡ് മേ ബി യുവർ കുക്കിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഒരു ആസ്പെക്ട് ആണ് കാണിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു ബാലൻസിൽ ഒരു പക്ഷെ പോവുമായിരിക്കും. പക്ഷെ ഇഫ് യു സ്റ്റാർട്ട് ടു പെർഫോം ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഐ എക്സിസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദാറ്റ് യൂട്യൂബ് ചാനൽസ് എസ്പെഷ്യലി റിമി ചേച്ചിനൊക്കെ പോലെയുള്ള ഒരാള് ഹൂസ് ടു ബിസി ആൻഡ് പാസ്പോർട്ടിൽ 30 ഡേയ്സും സീലുള്ള ആൾക്കാരാണ്. സോ അവര് എനിക്ക് തോന്നുന്നു ഐ എക്സിസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. എന്റെ വേറൊരു ഭാഗം കാണിക്കാം, അതേസമയത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ആൻഡ് അവര് ബിസി ആയി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കുറയുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ ഒരു യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്നത് എനിക്ക് തോന്നുന്നില്ല ഇറ്റ് ഇസ് ഗോണ എഫക്ട് യുവർ കരിയർ ആസ് ആക്ടർ or ആർട്ടിസ്റ്റ്. പക്ഷെ യൂഷ്വലി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, നമുക്ക് ഞാൻ തന്നെ ഉണ്ട് ചില ആർട്ടിസ്റ്റിനൊക്കെ എപ്പോഴാണ് അവരുടെ ഒരു നെക്സ്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവുക, അല്ലെങ്കിൽ എപ്പോഴാണ് അവർ ഇനി ഒന്ന് ഒരു പബ്ലിക് ഇതില് വരിക, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അടുത്ത മൂവി റിലീസ് ആവണം, അടുത്ത പ്രൊമോഷൻസ് വരുമ്പോഴേ ഇനി അവരെ കാണാൻ പറ്റൂ. അത് ശരിക്കും ഭയങ്കര രസമാണ് അങ്ങനെ ഇതാക്കുന്നത്. എനിക്ക് തോന്നുന്നു പല വലിയ നടന്മാരൊക്കെ വർഷത്തിൽ ഒരു സിനിമ ചെയ്യുന്നതും എല്ലാം ഇത് വെച്ചിട്ട് തന്നെയാണ്, എന്നെ ആളുകൾക്ക് മടുക്കാതിരിക്കുക എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. എന്നെ ആളുകൾക്ക് കണ്ടാണെങ്കിലും കേട്ടാണെങ്കിലും ഒന്നും അടുക്കാതിരിക്കുക എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഫോർ ഒരു ലോങ് റണ്ണില് ഡെഫിനറ്റ്ലി ഇത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. പക്ഷെ ഫോർ ടൈം ബീയിങ് ഇറ്റ്സ് ഗുഡ് ഐ ഫീൽ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദ മീ ടു ക്യാമ്പയിൻ and why do women actors shy away during their career to make any such allegations, and later on they come up with revealing the issue? Is it not right to respond at the situation rather than waiting for a particular period of time? ഓക്കെ, ഒരു മീ ടു മൂവ്മെന്റ് വന്നപ്പോ മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞതിനോട് ഞാൻ ആക്ച്വലി യോജിക്കുന്നുണ്ട്. കാരണം ഡെഫിനറ്റ്ലി മുമ്പ് അത് പറയാനുള്ള ഒരു you didn't have the courage to say that, I didn't have the courage to say that, or maybe I didn't know how to respond to it. Maybe ഒരു വളരെ ചെറിയ ഏജിലാണെങ്കിൽ I don't even know if it's right or wrong. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അതിൽ നിന്ന് മീ ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു തോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മീ ടു ക്യാമ്പയിന് എന്നെയോ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വർഷം മുമ്പത്തെ കാര്യമാണെങ്കിലും. പക്ഷെ ഒരുപാട് വർഷം മുമ്പത്തെ കാര്യം പറയുമ്പോൾ ആ ആളുടെ പേരെടുത്ത് പറയണോ എന്നുള്ളത് എനിക്ക് കുറച്ച് that is a bit confused, because ആ ഒരു പേഴ്സൺ might have changed, you don't know. സോ അതുകൊണ്ട് അങ്ങനെ പേരെടുത്ത് പറയുന്നത് എന്നുള്ളത്. പക്ഷെ മീ ടു എന്നുള്ള ക്യാമ്പയിനിൽ അങ്ങനെ ഒരു അർത്ഥം ശരിക്കും ഉണ്ടായിരുന്നില്ല. ഒരാൾ പേര് പറയണം എന്നല്ല, മീ ടു ഐ ഓൾസോ വെന്റ് ത്രൂ ദ സെയിം തിങ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ഒരു മൂവ്മെന്റിനോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് കറേജ് തന്നിട്ടുണ്ട്. ഇന്നും എനിക്ക് തോന്നുന്നു എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ നാളെ അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടാവില്ല. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്, തെറ്റാണോ ശരിയാണോ, ഷുഡ് ഐ റേസ് മൈ വോയിസ് അഗെയിൻസ്റ്റ് ഇറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇത് ശരിക്കും ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നതാണെങ്കിലും, ഇപ്പം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് that I am attractive or I am sensuous or something, അത് എപ്പോഴും മാറ്റം തുടങ്ങേണ്ടത് ഒരു സ്ത്രീയിൽ നിന്നാണ്. എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ അത് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിന് വില്ലിംഗ് ആയിട്ടുള്ള 10 പേരുണ്ടാവുമ്പോൾ ഞാൻ വേണ്ട എന്ന് പറയുന്നത് ഇറലവന്റ് ആയിട്ട് മാറും. it doesn't ഒരു തരത്തിലും അത് അയാളെ ബാധിക്കില്ല. ഞാൻ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ സിനിമ, അല്ലെങ്കിൽ എസ്പെഷ്യലി സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങളെ ഒക്കെ. അപ്പോൾ ആ ഒരു മാറ്റം
സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. വെൻ ഐ എം ഷുവർ ദറ്റ് എന്റെ കൂടെയുള്ള 10 പേരും നോ പറയും എന്നുണ്ടെങ്കിൽ എന്റെ നോക്ക് അവിടെ പ്രസക്തിയുള്ളൂ. അല്ലാതെ ഞാൻ നോ പറഞ്ഞ് വേറൊരാൾ എസ് പറഞ്ഞാല് പിന്നെ അതിൽ കാര്യമില്ല. സോ അതങ്ങനെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ കൺസെന്റിൽ എന്നൊക്കെ ഉള്ളത് നമ്മുടെ എത്രത്തോളം സിനിമയ്ക്ക് ടാലന്റ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളരെ പൊരുതിയിട്ടാണ് നമ്മൾ ടാലന്റ് എന്ന് പറയുന്നതിനെ മുന്നിൽ വെക്കുന്നത്. നമുക്കറിയാം കുറെ ഇപ്പൊ തന്നെ നമ്മള് ഒരുപാട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത സോഷ്യൽ മീഡിയയിൽ ആർട്ടിസ്റ്റ് ആയിട്ട് മേക്കപ്പ് ഇടില്ലേ, why don't you use some fairness product and get a bit more fair, അല്ലെങ്കിൽ why don't you go to gym and get a bit more slim എന്ന് ഇപ്പോഴും സിനിമയിലുള്ള ആൾക്കാരോട് ചോദിക്കുന്ന സമൂഹമാണ്. അപ്പോ വളരെ പൊരുതിയിട്ടാണ് നമ്മൾ ടാലന്റ് ആണ് ഏറ്റവും മുമ്പിൽ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇതിനൊക്കെ വില്ലിംഗ് ആയിട്ട് ആ തരത്തിൽ അഡ്വാൻറ്റേജസ് എടുത്ത് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും നമ്മളൊരു പുറകോട്ടാണ് നടക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ഒരു സിനി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ WCCയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അത് എഫക്റ്റീവ് ആണെന്നാണ്? എന്താണ് വാട്ട് എവർ യു തിങ്ക്? എനിക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു WCC എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ തുടക്കകാലത്ത് വളരെ ആർജവത്തോടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അവരുടെ പത്രസമ്മേളനങ്ങളും അവർ പറയുന്ന ഓരോ വാക്കുകളും, കാരണം എന്താന്ന് വെച്ചാല് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഏതൊരു സ്ത്രീക്കും വി കൻ ജസ്റ്റ് ഫീൽ ഇറ്റ്, ഐ കൻ ഫീൽ യു എന്ന് പറയുന്ന പോലെ അതിലുള്ള ഓരോരുത്തരെയും ഐ കൻ ഫീൽ. എങ്ങനെയായിരിക്കും അതിൽ ഓരോരുത്തരും വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇന്ന് എത്ര ബുദ്ധിമുട്ടാണോ ഒരു സ്ത്രീക്ക് തൻ്റെതായിട്ടുള്ള ഇടം സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ, അതിന്റെ 10 ഇരട്ടി ബുദ്ധിമുട്ടായിരുന്നിരിക്കും ഒരു 10 വർഷം മുമ്പ്. അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ WCCയുടെ തലപ്പത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് സംസാരിച്ചിരുന്ന കാര്യങ്ങളെ കുറിച്ചും ഞാൻ അത്രയും ഗൗരവത്തോടെയാണ് നോക്കി കണ്ടിരുന്നതും. പക്ഷേ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലാതെ ഒരു സംഘടനയുടെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പ്രഷർ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം സംസാരിക്കാനോ, ഒരു പർട്ടിക്കുലർ പേഴ്സൺ എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രം സംസാരിക്കാനോ, ഒരു പർട്ടിക്കുലർ ഒരു ഗ്യാങ്ങിന് മാത്രം എതിരായിട്ട് സംസാരിക്കാനോ ഒന്നും നമുക്കൊരു സംഘടനയുടെ ആവശ്യമില്ല. ആ സമയത്ത് സിനിമയുടെ മറ്റേ സംഘടന എങ്ങനെയാണ് റെലവെന്റ് ആയി ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിലിരിക്കുന്ന ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നതിന് പോലും ആ സംഘടന ഒരു കാരണമാണ് എന്നുള്ളതാണ്. എന്താന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ബിക്കോസ് വർഷത്തിൽ ഒരു കഥാപാത്രം പോലും ചെയ്യാത്ത ആർട്ടിസ്റ്റായി മാത്രം ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. എസ്പെഷ്യലി പേ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റിന് വളരെ തുച്ഛമായിട്ടുള്ള പേ സ്കെയിലാണ്. നമുക്ക് ഒരു മാസം ഒരു സിനിമ ചെയ്യാതെ ഒരു പക്ഷെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് അറിയുന്ന സ്ത്രീകളുണ്ട്, അവര് നാടകത്തിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന, നാടകമില്ലാതെയായി സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യുന്ന, ഒരു കുടുംബത്തിനെ മുഴുവൻ നോക്കുന്ന, ഇപ്പോഴും സ്വന്തമായി എന്ന് പറയാൻ ഒരു വീടില്ലാത്ത, സ്വന്തമായി മാസ വരുമാനമില്ലാത്ത ആൾക്കാർ. എല്ലാം ആ ലെവലിൽ നിന്ന് തുടങ്ങുമ്പോൾ മാത്രമാണ് ഏതൊരു സംഘടനയ്ക്കും ശക്തി ഉണ്ടാവുള്ളൂ. We would just stay as a pressure group and we are not a problem solving group എന്നൊക്കെ പറയുമ്പോൾ I feel that it is for the privileged actors or actresses who have the privilege to choose what they are supposed to be doing and what they should do and what they shouldn't do and അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോ അവരെടുത്ത നിലപാടുകളോട് അത്ര യോജിപ്പില്ല. പക്ഷേ WCC ഒരു സംഘടനയായി, സ്ത്രീകൾക്കുള്ള ഒരു സംഘടനയായി, സ്ത്രീകളുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ് ആയിരിക്കും, നോ ഡൗട്ട്. സിമിലർ ടോക്കിനിടയിൽ മെൻഷൻ ചെയ്യുണ്ടായി ആർട്ട് ഹീൽസ് എന്നൊരു കോൺസെപ്റ്റ്, ഒരു ഫിലോസഫിയെ കുറിച്ച്. അതേ സമയത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോവിഡിന്റെ ആദ്യ കാലത്ത് ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് നമ്മുടെ പ്രശസ്ത ഗായിക സിതാര കൃഷ്ണകുമാർ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, എനിക്ക് ഒരു പാട്ടിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അതിന് താഴെ വന്ന ചില കമന്റുകൾ, ഈ സമയത്താണോ നിങ്ങളുടെ ഒരു പാട്ടും കൂത്തും, ആ രീതിയിലുള്ള ചിലൊരു കമന്റുകൾ വന്നിരുന്നു. അപ്പം ആർട്ട് ഹീൽസ് എന്നൊരു ഫിലോസഫിയിൽ നമ്മൾ വിശ്വസിക്കുന്ന കാലത്ത് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു
ആറ്റിറ്റ്യൂഡും ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? മേ ബി ആസ് എ സൈക്കോളജിസ്റ്റ് യു ക്യാൻ ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. യെസ്, അത് ഈ പറഞ്ഞതുപോലെ സൈബർ എന്ന് പറയുന്ന ലോകം വളരെ സ്ട്രേഞ്ച് ആണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ഒരു കലാകാരൻ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബഹുജനം പലവിധം എന്നാണ്. ഞാന് പറയുന്ന ഒരു കാര്യത്തിന് ഡെഫിനറ്റ് ആയിട്ട് അത് എല്ലാവരും ഉൾക്കൊള്ളുന്ന, എല്ലാവരും തലയാട്ടി സമ്മതിക്കുന്ന ഒരു കാര്യമാവാൻ യാതൊരു വിധ സാധ്യതയും ഇല്ല എന്ന തിരിച്ചറിവാണ് ഒരു കലാകാരന് ഏറ്റവും ആദ്യം വേണ്ടത്. അത് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ മാനസികമായ ബുദ്ധിമുട്ടുകളും അത്രയും കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത്തരത്തിലുള്ള കമന്റ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാല് ന്യൂസ് കാണുക എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂർ ചെയ്താൽ ആ ദിവസം ബാക്കി 23 മണിക്കൂറിനുള്ള സ്ട്രെസ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ നമ്മൾ ആ സ്ട്രെസ്സിനെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. എന്നാൽ നമുക്ക് കാര്യങ്ങളെ പറ്റി ഇൻഫോംഡ് ആവാതെ ഇരിക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇൻഫോംഡ് ആവാതെ ഇരിക്കുകയാണ് നല്ലത്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റിംഗ് യു ഇൻ എനി വേ അപ്പോ ഒരു എന്തെങ്കിലും ആസ്വദിക്കുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ സ്ട്രെസ്. സംഗീതം എനിക്ക് തോന്നുന്നു വേറെ എന്തിനെക്കാട്ടിലും വലിയ മെഡിസിൻ തന്നെയാണ്. അപ്പോ ആർട്ട് ഡെഫിനറ്റ്ലി ഹീൽസ്. അത് ഹീൽ ചെയ്യുന്നത് പോലെ വേറെ ഒന്നും ഹീൽ ചെയ്യില്ല. പിന്നെ ഈ പറയുന്നത് പോലെ സൈബർ ലോകത്ത് വരുന്നതിൽ എനിക്ക് തോന്നുന്നു അതൊരു ഡിഫറെന്റ് സൈക്കോളജിയാണ്. നമ്മള് ഈ പറഞ്ഞതുപോലെ വേറൊരു വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് നമുക്ക് എന്ത് കമന്റ് പറയാലോ. അവര് കേൾക്കും, നമ്മളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം എടുത്തിട്ട് പറയുന്നതാണ്. അതിന് അത്രയേ എടുക്കണ്ടു. നമുക്ക് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ അഡ്രസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, നമ്മുടെ ആത്മാഭിമാനത്തിനേക്കാൾ വലുതാണോ കരിയർ? വിൽ യു ചൂസ് കരിയർ ആൻഡ് ടോളറേറ്റ് ദ ഇൻകൺവീനിയൻസസ് ഓർ ചൂസ് ടു എക്സ്പ്രസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വെർ യു മേ ഹാവ് ബി ഷോൺ ദ ഔട്ട്വേർഡ് ഡോർ? ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ മീ ടു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഞാൻ ബർക്കാദത്ത് എന്ന് പറഞ്ഞ നമ്മുടെ വെരി ഫേമസ് എന്താ പറയാ റിപ്പോർട്ടറിന്റെ എല്ലാ മീ ടുവിനെ സംബന്ധിച്ചുള്ള എല്ലാ സീരീസും കണ്ടിട്ടുള്ള ഒരാളാണ്. അതിലെല്ലാത്തിലും സംസാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. മീ ടു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് എതിരെ പറഞ്ഞ കുറെ ആക്ടേഴ്സ് ഉണ്ട്. മീ ടു അല്ലാഞ്ഞിട്ട് പോലും ഒരു ആക്ടർക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നെ 4 ദിവസം നമ്മൾ കണ്ണും ചെവിയും മൂക്കും ഒക്കെ അടച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു സിനിമയിലെ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ട സ്ത്രീ വിരുദ്ധതയെ കുറിച്ച് സംസാരിച്ചിട്ട് ബ്രില്യന്റ് ആയ നമ്മുടെ ഒരു ആക്ടറിന് ഒരു പരിധി വരെ ഡിപ്രഷൻ, ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായിട്ട് ഡിപ്രഷൻ വരെ സഹിക്കേണ്ടി വന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നിങ്ങൾ എത്ര സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കലയില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. വാട്ട് ഐ ബിലീവ് ഇസ് ദാറ്റ് നമുക്ക് ഒട്ടും കൺവീനിയന്റ് അല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഡെഫിനറ്റ്ലി യു ഹാവ് ടു സേ നോ ഡൗട്ട്. ബിക്കോസ് അല്ലാതെ നമ്മൾ അതിന്റെ, എസ്പെഷ്യലി ഞാനൊക്കെ എനിക്ക് തോന്നും, ഞാൻ മലപ്പുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. എന്റെ ഉമ്മയിൽ നിന്നൊക്കെ കിട്ടിയിരിക്കുന്ന, എനിക്ക് ഈ പറഞ്ഞതുപോലെ സദാചാരം എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ശരീരത്തിനെ കുറിച്ചും നമ്മുടെ ആ തരത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന നോളജ്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന നോളജ് എന്ന് പറയുന്നത് ടോട്ടലി എഗെയിൻസ്റ്റ് ഈ ഒരു നമ്മള് ആർക്കെങ്കിലും ഇതിനു വേണ്ടി ഇത് ചെയ്യുക എന്നുള്ളതിൽ നിന്നൊക്കെ വളരെ മാറിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മേ ബി ഐ ആം ലൂസിങ് മൈ ഓപ്പർച്യൂണിറ്റീസ് ഓർ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഏറ്റവും അതിമനോഹരമായ നത്തിച്ചരാമി എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ശ്രുതി അർജുൻ സർജയ്ക്കെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ കുട്ടിക്ക് അത് നടന്നുകൊണ്ടിരുന്നപ്പോ അത്രയും പവർഫുൾ ആയ ഒരു ആക്ടർക്ക് എതിരെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, വിച്ച് ഇസ് ക്വൈറ്റ് നോർമൽ. ഐ എം സേയിങ് അത് വളരെ നോർമൽ ആണ്. യു വിൽ ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ വേർ യു ഡോണ്ട് നോ ഹൗ ടു റിയാക്ട് ആൻഡ് വാട്ട് ടു സേ ആൻഡ് ദിസ് ഇസ് മേ ബി like an amazing opportunity you got after waiting for years. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് now look at her. She has to find her own space now, which is very difficult for a woman. അപ്പോ നമുക്ക് ഒട്ടും പറ്റാത്ത കാര്യങ്ങളിൽ നോ പറയാ, അല്ലെ നോ പറഞ്ഞുകൊണ്ട്
നമ്മൾക്ക് എങ്ങനെ, അതായത് എന്റെയും നിങ്ങളുടെയും ആശയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ബട്ട് സ്റ്റിൽ വി കൻ വർക്ക് ടുഗദർ, റൈറ്റ്? ആ തരത്തിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു കലാകാരനെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങൾക്ക് വില ഉണ്ടാവുന്നത് അവരുടെ സക്സസിന്റെ ബലത്തിൽ തന്നെയാണ്. നമ്മൾ സക്സസ്ഫുൾ അല്ലാത്ത, നമ്മുടെ മനസ്സിൽ സക്സസ്ഫുൾ അല്ലാത്ത ആളുകളും me to WCC relate ചെയ്ത് പറഞ്ഞു, and we can't even see them, and leave that. You just tell that I believe WCC is a productive organization nu parnal, the day after that you might not get work. And how privileged are you? Can you sustain without it? Can you be without art? Or can you do your own, make your own work? അതാണ് ഞാൻ പറഞ്ഞത്. ഈ WCCയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കുള്ള പ്രിവിലേജ് അതാണ്. They can do their own movies. They have feminist husbands who has production houses, who are directors. ആ പ്രിവിലേജ് അവർക്കുണ്ട്. അതില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. സോ it depends on what you are and what you want to be. താങ്ക് യു സോ മച്ച് ഷിബില. എനിക്ക് തോന്നുന്നു ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് കാതലായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ സാധിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി വിമൻ സ്റ്റഡീസ് സെന്ററിന്റെ പേരിൽ, ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത അറിയിക്കുകയാണ്. ഇനിയും അവസരം കിട്ടുകയാണെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികൾക്ക് പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ വളരെ ശോഭനമായ ഒരു ഭാവി ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഷിബില. ഞാൻ എന്നെ കേട്ട എല്ലാവർക്കും, എനിക്കറിയാം ഇതില് ഗവേഷകരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ദേവി ചേച്ചി, ഞാൻ ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് എന്റെ സൂപ്പർ സീനിയർ വിത്ത് photographic memory ആയിരുന്നു. We used to discuss cinema, we used to discuss psychology and all that. And അവിടുന്ന് ഇതുവരെയും ഞങ്ങള് ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന വളരെ അടുത്ത സൗഹൃദ ബന്ധമുള്ള ഒരാളാണ്. അപ്പോ എന്നെ സജസ്റ്റ് ചെയ്ത ഡെഫിനറ്റ്ലി ദേവി ചേച്ചി ആയിരിക്കും. അപ്പൊ ദേവി ചേച്ചിയോട് ആദ്യം തന്നെ നന്ദി പറയാണ്. വിത്ത് ദാറ്റ് എന്നെ കേട്ട എല്ലാവർക്കും, ഈ ഒരു വുമൻസ് സ്റ്റഡി സെന്ററിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.